ഇന്നൊരു മിനി ഈവനിങ് വ്ളോഗാണ്. ഞങ്ങളുടെ വണ്ടിയുടെ പാസിംഗ് ആണ് കേട്ടോ ഇന്ന്. അപ്പം അതിന് വേണ്ടി പോവാണ് ഞങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ വർഷം വണ്ടിക്ക് സർവീസ് ഇല്ലേ, അതന്നെ സംഭവം. പക്ഷെ ഇവിടെ അതിന് പാസിംഗ് എന്നാ പറയാം. പിന്നെ നമ്മുടെ നാട്ടിലെ സർവീസ് പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വണ്ടിയുടെ ചെറിയ ചെറിയ കംപ്ലയിൻസ് പോലും ക്ലിയർ ചെയ്ത്, പെയിന്റ് ഫെയ്ഡ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് വണ്ടി കാണിച്ച് അവരതെല്ലാം ചെക്ക് ചെയ്ത് വണ്ടി പാസ് ചെയ്ത് തരണം. ഇനി അഥവാ പാസ്സാവാതെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാം റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടെന്ന് തോന്നുന്നു. 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റും ചെറിയൊരു കംപ്ലൈൻറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ വർക്ക്ഷോപ്പിൽ പോയി അത് ശരിയാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഈസാ ടൗണിലുള്ള ലേസർ കാർ വാഷിൽ കൊണ്ടുപോയി കാർ നല്ല വാഷ് ചെയ്ത് കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് അവരുടെ തന്നെ തൊട്ടപ്പുറത്തുള്ള വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെന്ററിൽ വണ്ടി പാസ് ചെയ്യാൻ കൊണ്ടുപോയി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പാസ്സായി കിട്ടി. പിന്നെ സന്തോഷത്തിൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വെള്ളയപ്പവും പൊറോട്ടയും ചിക്കൻ മപ്പാസും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഈ 2024 ഓഗസ്റ്റിൽ വണ്ടിയുടെ പാസിംഗുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. അതൊക്കെയുള്ള ഈവനിങ് വ്ളോഗിന്റെ ഡീറ്റെയിൽ വീഡിയോ ചാനൽ